ഹലോ ചങ്ങായിസ്, ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ട് നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു നാടൻ മിക്സറിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പി ആയിട്ട് നല്ല എരിവോട് കൂടിയിട്ടുള്ള മിക്സറാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. വളരെ സിമ്പിളുമാണ്, അതെല്ലാവരും ഒന്ന് ട്രൈ നോക്കേണ്ട ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുണ്ട്. കടലമാവാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് അരിപ്പൊടി, സാധാ നമ്മുടെ അരിപ്പൊടിയും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണ് സാദാ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു കാര്യം മറന്നുപോയി, 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ മറന്നുപോയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്, നിങ്ങൾ മുമ്പ് ചേർക്കുക കേട്ടോ. എന്നിട്ട് മുകളിൽ കുറച്ച് എണ്ണയും പുരട്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. പിന്നെ ഇത് നമ്മൾ നൂൽപുട്ടി നച്ചിലാണ് ആദ്യം തന്നെ ആക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഈ ഒരു ഹോൾ വരുന്ന നൂൽപുട്ടി നച്ചാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മാവ് ഇട്ടതിന് ശേഷം എണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മുടെ മിക്സറിൽ കാണുന്ന നീളത്തിലുണ്ടാവുന്ന ആ ഒരു കോൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലഡുമണി പോലുള്ള ബോൾസ് ആയിട്ട് കിടക്കുന്നില്ലേ, അത് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കടലമാവും 1/2 കപ്പ് അരിപ്പൊടിയും ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു അരിപ്പയിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ മാവൊഴിച്ച് ആക്കിയെടുത്താൽ നമുക്ക് ഇതുപോലെ ലഡുമണിയിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പം ഈ 2 ഐറ്റം നമുക്കിവിടെ തയ്യാറാണ്. പിന്നെ നമുക്ക് 1 കപ്പ് സാധാ 1 കപ്പിൽ സാധാ കടല ഞാൻ വറുത്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പൊട്ടുകടല 1 കപ്പ് ഞാൻ വറുത്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 10-15 സാധാ വെളുത്തുള്ളിയും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റംസ് ആണ് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് ചേർക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ഐറ്റംസ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ നമുക്ക് എത്രയാണോ നമുക്ക് എരിവ് വേണ്ട അതിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ അടിപൊളി സിമ്പിളായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സർ തയ്യാറാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈസിയാണ് ആക്കാനായിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു, ബൈ ബൈ.